നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചേക്കും. ഇല്ലെങ്കിൽ പൊതുജനം സർക്കാരിന് എതിരാകുമെന്ന ചിന്തയാണ് CPM-ലെ ഒരു വിഭാഗം നേതാക്കൾക്കും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കും ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് സജിയെ സഹായിക്കാൻ രംഗത്തുള്ളത്. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ സജി ചെറിയാൻ രാജിവെക്കണമെന്ന അഭിപ്രായക്കാരാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. മുൻ സുപ്രീം കോടതി ജഡ്ജിയും പ്രഗത്ഭ നിയമ പണ്ഡിതനുമായ ജസ്റ്റിസ് ബച്ചു കുര്യൻ ജോസഫിന്റെ ഉത്തരവായതുകൊണ്ട് മന്ത്രി രാജിവെക്കുന്നതാണ് നല്ലത് എന്ന് നിയമവൃദ്ധങ്ങൾ CPM നേതൃത്വത്തിന് ഉപദേശം നൽകിക്കഴിഞ്ഞു. ഇല്ലെങ്കിൽ പണി കിട്ടുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത്. ഡിവിഷൻ ബെഞ്ചിനെ മന്ത്രി സമീപിച്ചിട്ടും ഫലമില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഭരണഘടന അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹൈക്കോടതിക്ക് ഇതല്ലാത്ത മറ്റൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഡിവിഷൻ ബെഞ്ച് തീരുമാനം എതിരായാൽ സജി സ്ഥാനമൊഴിയും. 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഇതറിയാൻ സാധിക്കും. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് കിട്ടിയ തിരിച്ചടി അപ്രതീക്ഷിതമായിരുന്നു. സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ല എന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളി. കേസിൽ പുനരന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വസ്തതയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയോ വേണ്ടെന്ന തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തിട്ടില്ല. വേദിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. 1.5 കൊല്ലം കൊണ്ട് കാറ്റ് തീരുന്ന ഒരു സർക്കാരിനെ സഹായിക്കാൻ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനും തയ്യാറാവില്ല. മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടേതല്ലാതെ മറ്റൊരാളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. കൂടാതെ സംഭവവുമായി ബന്ധപ്പെട്ട പെൻഡ്രൈവ്, CCTV ദൃശ്യങ്ങൾ എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെയെല്ലാം ഫലം വരുന്നതിന് മുൻപാണ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണം കൃത്യമായിരുന്നില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത്. മന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അന്വേഷണം നടത്തിയത് എന്നും കോടതിയിൽ പറയുന്നു. ഇത് പോലീസിന്റെ കരണത്തടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണഘടനയെ അവഹേളിച്ചു എന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ല എന്നും വിമർശിക്കുക മാത്രമാണ് ചെയ്തത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബ്രിട്ടീഷുകാർ പറയുന്നതനുസരിച്ച് എഴുതപ്പെട്ട ഭരണഘടന തൊഴിലാളി വർഗത്തെ ചൂഷണത്തിലേക്ക് ഇരയാക്കുന്നതാണ് എന്നുള്ള വിമർശനം മാത്രമാണ് സജി ചെറിയാൻ നടത്തിയത് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത്. അതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഇത് ഹൈക്കോടതിക്ക് എഴുതി നൽകാൻ പറ്റിയ റിപ്പോർട്ടല്ല. മല്ലപ്പള്ളിയിൽ നടന്ന ഒരു പൊതുചടങ്ങിനിടെ ഭരണഘടനയെ വിമർശിക്കുന്ന തരത്തിൽ സജി ചെറിയാൻ സംസാരിച്ചുവെന്ന പരാതിയാണ് വിമർശനങ്ങൾക്ക് വഴി തുറന്നത്. സംഭവം വലിയ വിവാദമായതോടെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കുറ്റവിമുക്തനായതോടുകൂടിയാണ് മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത്. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിരുന്നത് എന്ന് നമ്മൾ എല്ലാവരും പറയും. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാ ഞാൻ പറയും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ഏതൊരാൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടന എന്ന് ഞാൻ പറയും. ഇതിന്റെ മുക്കും മൂലയിലും എല്ലാം നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം, കുടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ചതല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. ഇത്രയും ഗുരുതരമായ ഒരു പരാമർശം എങ്ങനെയാണ് ഹൈക്കോടതി കണ്ടില്ല എന്ന് നടിക്കുക? 2022 പ്രതിവാര രാഷ്ട്രീയ നിരീക്ഷണം 100ന്റെ നിറവിൽ എന്ന പരിപാടി മല്ലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നിടയിലാണ് ഈ വിവാദ പ്രസംഗം നടത്തിയത്. ഈ വിവാദ പ്രസംഗം വലിയ ചർച്ചയാവുകയും പിന്നാലെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെങ്കിലും കേസിൽ കോടതിയിൽ നിന്ന് തീർപ്പുണ്ടാകുന്നതിന് മുൻപ് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ CPM തീരുമാനം എടുത്തിരിക്കുന്നതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. കൊച്ചി സ്വദേശിയായ അഭിഭാഷകൻ ബൈജു നോയലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കോടതി വിശ്വസിച്ചില്ല എങ്കിൽ കേസ് CBIക്ക് വിടും. അങ്ങനെ സംഭവിച്ചാൽ രാജിവെക്കുക മാത്രമല്ല, ചിലപ്പോൾ അറസ്റ്റ് വരെ നേരിടേണ്ടി വരും. കാരണം ഇന്ത്യ ഗവൺമെന്റിന് ഭരണഘടനയിൽ അതിരറ്റ വിശ്വാസമാണുള്ളത്. ഏതായാലും സജി കേന്ദ്രത്തിന്റെ കെണിയിലേക്ക് എറിഞ്ഞുകൊടുക്കാതെ ക്രൈംബ്രാഞ്ച് തന്നെ തട്ടി അകത്ത് കയറ്റും. മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ച് സംസാരിച്ചു എന്ന് പ്രഥമ ദൃഷ്ടിയ തോന്നുന്നതിനാലാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിട്ടുള്ളത്. ഏതു സാഹചര്യത്തിലാണ് കുന്തം, കുടച്ചക്രം എന്ന വാക്ക് പ്രസംഗത്തിൽ ഉപയോഗിച്ചത് എന്ന് അറിയണം. പ്രസംഗം കേട്ടവരുടെ മനസ്സിൽ ഭരണഘടനയെപ്പറ്റി അവമതിപ്പുണ്ടാക്കിയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്.
മല്ലപ്പള്ളിയിലെ നടത്തിയ പ്രസംഗം വളച്ചൊടിച്ചുവെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പൊതുപ്രവർത്തകനാണ് താനെന്നും സജി ചെറിയാൻ മറ്റൊരു പ്രസംഗത്തിൽ വിശദീകരിക്കുന്നു. ഭരണഘടനയെ സംരക്ഷിക്കണമെന്നാണ് നിലപാട്. ഭരണഘടനാ മൂല്യങ്ങൾക്ക് ശാക്തീകരണം ആവശ്യമാണ്. അതാണ് സൂചിപ്പിച്ചത്. ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു. ഭരണഘടനയുടെ ആമുഖം വായിച്ചായിരുന്നു സജി ചെറിയാന്റെ വിശദീകരണം. അംബേദ്കറെ പ്രസംഗത്തിൽ അപമാനിച്ചിട്ടില്ല. വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിലും പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറയുന്നതിലും ദുഃഖമുണ്ട്. അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു. മല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ഹൈക്കോടതിയിൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നു. കോടതി ഉത്തരവ് അംഗീകരിക്കുന്നു, പക്ഷേ തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഉത്തരവിട്ടത് എന്നും അപ്പീൽ പോകുമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. ഇതിൽ തന്റെ ഭാഗം കേട്ടില്ല എന്ന മന്ത്രിയുടെ ന്യായം ശരിയല്ല. കാരണം അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ന്യായവുമായി ബന്ധപ്പെട്ട വിഷയമെന്ന നിലയിൽ എന്റെ ഭാഗം കൂടി നീതി എന്ന നിലയിൽ കേൾക്കേണ്ടതുണ്ട്. പോലീസ് അന്വേഷിച്ചാണ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകിയത്. ആ റിപ്പോർട്ട് മാത്രമാണ് കോടതി പരിശോധിച്ചത്. പ്രസംഗത്തിന്റെ മറ്റു ഉള്ളടക്കത്തിലേക്ക് കോടതി പോയിട്ടില്ല എന്ന് തോന്നുന്നു. വിഷയത്തിൽ അന്ന് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചു. അതിന്റെ സമയം കഴിഞ്ഞു. ഒരു കോടതി ശരിയെന്നും മറ്റൊരു കോടതി തെറ്റെന്നും പറയുന്നു. ഇനി രാജിയില്ല. ഉത്തരവ് പഠിച്ച് പരിശോധിച്ച നിയമ നടപടിയുമായി മേൽക്കോടതിയിൽ പോകും. പോലീസ് അന്വേഷിക്കാത്ത ചില ഭാഗങ്ങളുണ്ട്, അതും അന്വേഷിക്കണമെന്നല്ലേ കോടതി പറഞ്ഞത്. അന്വേഷിക്കട്ടെ. കോടതി പറഞ്ഞത് അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പോലീസ് പിന്നീട് അന്വേഷണം അവസാനിപ്പിച്ചു. സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചു സംസാരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് നൽകുകയും ചെയ്തു. സജി ചെറിയാന്റെ ഭരണതലത്തിലെ സ്വാധീനം മൂലമാണ് അന്വേഷണം അവസാനിപ്പിച്ചത് എന്നും ഈ റിപ്പോർട്ട് അംഗീകരിക്കരുത് എന്നുമായിരുന്നു കോടതിയിലെ ഹർജിയിലെ ആവശ്യം. സംസ്ഥാന പോലീസ് അന്വേഷണം പ്രായോഗികമല്ല എന്നും CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കോടതിയിൽ നിന്നും ഒന്നും സംഭവിക്കില്ല എന്ന മന്ത്രി സജി ചെറിയാന് അമിതമായ ആത്മവിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന് സജി എന്ന് കേട്ടാൽ പേടിയൊന്നും വരില്ല. നാവിന് ഒരു ലൈസൻസും ഇല്ലാത്തയാളാണ് സജി ചെറിയാൻ. ഭരണഘടനയെ വിമർശിച്ചതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടമായ സജി ചെറിയാൻ അതിനുശേഷവും വിവാദമുണ്ടാക്കി. ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയാണ് അധിക്ഷേപിച്ചത്. സജി മന്ത്രിസഭയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു വർഷമാകുമ്പോൾ വീണ്ടും ഒരു പ്രസ്താവന സജി ചെറിയാനെ വിവാദത്തിലേക്ക് തള്ളിവിട്ടു. പരാമർശങ്ങൾ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് പ്രയാസമുണ്ടായതോടുകൂടി CPM അടിയന്തര ഇടപെടൽ നടത്തി. പ്രസ്താവനയിലെ ചില വാചകങ്ങൾ പിൻവലിക്കുന്നതായി സജിയും സ്വാഗതം ചെയ്യുന്നതായി സഭാ നേതൃത്വവും വ്യക്തമാക്കിയതോടുകൂടി മഞ്ഞുരുകി തീർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത സഭാ നേതാക്കളെയാണ് സജി ചെറിയാൻ വിമർശിച്ചത്. ക്രിസ്മസ് വിരുന്നിന് BJP വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി. അവർ നൽകിയ മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം അങ്ങ് മറന്നുപോയി. മണിപ്പൂർ അവർക്കൊരു വിഷയമായില്ല. സജി ചെറിയാൻ അന്നു പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. CPM അതൃപ്തി അറിയിച്ചതോടുകൂടി എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേക്ക് വീഞ്ഞു തുടങ്ങിയ പദങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുകയാണെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി. മണിപ്പൂരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നും പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സഭയുമായി തർക്കമുണ്ടാകരുത് എന്ന സന്ദേശമാണ് പാർട്ടി നേതൃത്വം അന്ന് നൽകിയത്. കേരള കോൺഗ്രസും പ്രസ്താവനയിൽ നീരസം പ്രകടിപ്പിച്ചിരുന്നു. ജോസ് കെ മാണി സജിക്കെതിരെ രംഗത്തെത്തി. ജോസ് കെ മാണി ഇക്കാര്യം പാർട്ടി സെക്രട്ടറിയെയും അറിയിച്ചിരുന്നു. സജി ചെറിയാന്റെ നാക്കിന് ലൈസൻസ് ഇല്ല എന്ന് ഇതിനു മുൻപേ തെളിഞ്ഞിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിയിലെ ദത്തെടുക്കൽ വിവാദമുണ്ടായ സമയത്തായിരുന്നു ആദ്യത്തെ വിവാദ പ്രസ്താവന നടന്നത്. എന്തായാലും ബെച്ചു കുര്യൻ സജി ചെറിയാനെ പൂർണ്ണമായി പൂട്ടിയെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മല്ലപ്പള്ളിയിൽ നടന്ന പാർട്ടി യോഗത്തിൽ ഭരണഘടനയെ വിമർശനം നടത്തിയ പ്രസംഗം ഏരിയ കമ്മിറ്റിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പുറത്തു വന്നതോടുകൂടിയാണ് വിവാദമായതും രാജിവെക്കേണ്ടി വന്നതും. 6 മാസത്തിന് ശേഷം വീണ്ടും മന്ത്രിയായി. വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഈ അസന്തുഷ്ട അറിയിച്ചാണ് ഗവർണർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അംഗീകരിച്ചത്. ഇത്തരത്തിൽ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ സംസാരിക്കുന്ന മട്ടിലല്ല സജി ചെറിയാൻ സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പിന്തുണ മാത്രമാണ് സജിയുടെ കൈമുതൽ. പാർട്ടി പൂർണ്ണമായും സജിക്ക് എതിരാണ്. പ്രതിസന്ധിയിലായ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി എന്ന കണക്കുകൂട്ടലാണ് പാർട്ടിക്കുള്ളത്. അതിനാൽ ആന്റണി രാജുവിനെ സർക്കാരും മുന്നണിയും കൈവിട്ട മാതൃകയിൽ സജി ചെറിയാനെയും പാർട്ടിയും സർക്കാരും കൈവിടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.